വെളിച്ചെണ്ണ ഒഴിച്ചാലും ചിലപ്പോ തെറ്റി വീഴണമെന്നില്ല. ഗ്രീസ് ആവുമ്പോഴേ ഉറപ്പായിട്ടും അവള് തല ഇടിച്ച് തന്നെ വീഴും. ഹലോ ലേഖേ, കണ്ണേട്ടൻ ഇവിടെ വന്നിട്ടാണ് ഫിനാൻസിസിലേക്ക് പോയത്. വിവരങ്ങളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും വയ്യായിക വന്നാ ഇവിടെ വന്ന് നിക്കണോന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നാ പിന്നെ കണ്ണേട്ടൻ പോയിട്ട് വരുന്നത് വരെ ഇവിടെ വന്ന് നിന്നൂടായിരുന്നോ? കുഴപ്പമില്ല ലേഖേ. എന്റെ മഹി, കണ്ണേട്ടൻ ഇല്ലാത്തപ്പോ അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. സ്വന്തം മകൾക്ക് പോലും ഭക്ഷണത്തിലും ചായയിലും ഒക്കെ കുഞ്ഞിനെ കളയാൻ വിഷം കലർത്തിയ ഒരു അമ്മയാ അവിടെ ഉള്ളത്. പിന്നെ അവരിഷ്ടപ്പെടാത്ത മരുമകൾക്ക് ശുദ്ധമായ തേനും പാലും ഒന്നും തരാൻ പോകുന്നില്ല. അതിന് അവരുണ്ടാക്കുന്നൊന്നും ഞാൻ കഴിക്കുന്നില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, മഹിയുടെ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ടെന്ന് അവരൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നേരത്തെ നമ്മൾ തീരുമാനിച്ചത് തന്നെ നടക്കണം. നേരെ ഇങ്ങോട്ട് പോന്നേക്കണം. അതെന്താന്ന് വെച്ചാ എല്ലാരോടെ തീരുമാനിച്ചോ, ഞാൻ അതുപോലെ ചെയ്തോളാം. ഇടയ്ക്ക് ഞാൻ വിളിക്കാൻ കേട്ടോ. എന്തെങ്കിലും വയ്യായിക വന്നാ കണ്ണേട്ടനെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട. ഞാനും അനന്തേട്ടനും വന്ന് മഹിയെ കൂട്ടിക്കൊണ്ട് വന്നോളാം കേട്ടോ. എന്നാ വെക്കട്ടെ. ആയിക്കോട്ടെ. കണ്ണനേക്കാളും ടെൻഷനാണല്ലോ നിനക്കിപ്പോ. കൂട്ടുകാരന്റെ സ്വഭാവം ഈ കൂട്ടുകാരനെ അറിയാലോ. പണ്ട് മുതലേ മറ്റുള്ളവരുടെ സഹതാപം കൂടുതലുള്ള കൂട്ടത്തിലാ കണ്ണേട്ടൻ. മഹിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഞാനും അനന്തോട്ടനും ഒക്കെ കണ്ണേട്ടനോട് പറഞ്ഞിട്ടുള്ളതാ. രണ്ടാം അമ്മയും മക്കളും കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ണേട്ടന്റെ സമ്പത്ത് കണ്ടിട്ടാണെന്ന്. അന്ന് അതൊന്നും വിശ്വസിച്ചില്ല. അവസാനം അവരുടെയൊക്കെ സ്വഭാവം തിരിച്ചറിയാൻ കണ്ണേട്ടനൊരു കല്യാണം കഴിക്കേണ്ടി വന്നു. ദേ ഇപ്പോഴാണെങ്കിലോ അവർക്കൊരു അവകാശം ഉണ്ടാവാൻ പോവാ. അവിടെ കണ്ണേട്ടനെ മഹിയും കൊല്ലാൻ നടക്കുന്നവര് ആ കുഞ്ഞ് ജനിക്ക് സമ്മതിക്കൂ അനന്തേട്ടാ? അവൻ ഓഫീസിലേക്ക് പോയപ്പോ മഹി അവിടെ നിർത്തിയിട്ട് പോയത് ശരിയല്ലെന്ന് ഞാനും അവനോട് പറഞ്ഞതാ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മഹിയുടെ അവസ്ഥയില് അവളുടെ സ്വന്തം അമ്മയെ അരികിക്കൊണ്ട് നിർത്തേണ്ടതാ. അവരവരുടെ വീട്ടിൽ ശ്വാസം മുട്ടിയ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ മോളുടെ അടുത്ത് വന്ന് കുറച്ചു ദിവസം നിന്നൂടെ? അത് പറഞ്ഞപ്പോ അമ്മ അങ്ങനെ വന്ന് നിന്നാ മറ്റുള്ളവർ സംശയിക്കുന്ന മഹി ഇടയ്ക്ക് പറഞ്ഞത്. അങ്ങനെ മറ്റുള്ളവരെ നോക്കി ജീവിച്ചാ അവരുടെ ജീവിതത്തിനല്ലേ അനന്തേട്ടാ കോട്ടം തട്ടുന്ന. കാര്യങ്ങൾ കുറച്ചുകൂടി കണ്ണനെയും മഹിയും പറഞ്ഞ് മനസ്സിലാക്കണം. നാളെ നമുക്കെന്തായാലും രണ്ടാളെയും ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം. അനന്തേട്ടൻ അറിയാലോ, ആ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക ഞാനും. ഇനി മഹിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടാ അവൾക്കുണ്ടാവുന്ന അതേ വേദനയും സങ്കടവും എനിക്കും ഉണ്ടാവും. അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിൽക്കട്ടെ അനന്തേട്ടാ. അമ്മയുടെയും കുഞ്ഞിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നവരുടെ അടുത്ത് നിൽക്കട്ടെ. നമുക്ക് തിരിച്ചു പോകേണ്ട സമയം കഴിഞ്ഞു. കണ്ണേട്ടനും മഹിക്കും വേണ്ടിട്ടാ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഇതിന്റെ പിന്നില് പണത്തിനോടുള്ള ആർത്തിയല്ല, മറിച്ച് ഒരു കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള, കൊഞ്ചിക്കാനുള്ള അമിതമായ ആഗ്രഹം മുന്നിട്ട് നിൽക്കുന്നത്. അത് അനന്തേട്ടനുണ്ടെന്ന് എനിക്കറിയാം.